ഉപ്പളയിലെ കൊണ്ടൈവൂർ നിത്യാനന്ദ യോഗാശ്രമം വീണ്ടും മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാകുന്നു. 2024 മാർച്ച് 23-24 തീയതികളിൽ നടക്കുന്ന ഈ മഹനീയ കർമ്മത്തിനുള്ള മുന്നൊരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. വിശ്വമാനവരുടെ സ്വസ്ഥയും സമാധാനവും മുൻനിർത്തിയാണ് ഉത്തര കേരളത്തിലെയും ദക്ഷിണ കന്നഡയിലെയും പ്രധാന ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ ഉപ്പളയിലെ കൊണ്ടൈവൂർ നിത്യാനന്ദ യോഗാശ്രമത്തിൽ അപൂർവമായ അഷ്ടോത്തര സഹസ്ര നവഗ്രഹയാഗം നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ആശ്രമത്തിൽ പുതുതായി പണിതൊരുക്കുന്ന ആരൂഢങ്ങളിൽ നവഗ്രഹ ദേവഗണങ്ങളുടെ പ്രതിഷ്ഠയും നടക്കും. ഇതിനുള്ള വിഗ്രഹങ്ങൾ കർണാടകയിലെ കാർക്കളയിൽ നിന്നും കഴിഞ്ഞ ദിവസം ആശ്രമത്തിൽ എത്തിച്ചു. ഉപചാരപൂർവ്വം എതിരേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളിൽ അനുഷ്ഠാന വിധിപ്രകാരമുള്ള പ്രാഥമിക പൂജകളും നടത്തി. വരുന്ന മാർച്ച് 23 രാത്രിയിലും 24 പകലുമായാണ് ഈ മഹത്തായ കർമ്മങ്ങൾ. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായി ആശ്രമാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി പറഞ്ഞു. ഈ യാഗത്തിന് വേണ്ടുന്ന 2.5 ക്വിൻ്റൽ അരി നമ്മൾ ഇവിടെ തന്നെ ജൈവ കൃഷി ചെയ്തു, ഇവിടെ തന്നെ ഇടിച്ചു അരി ഉണ്ടാക്കി നമ്മളിപ്പം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ നവധാന്യങ്ങളും ജൈവ കൃഷിയിൽ നമ്മൾ ചെയ്ത് ഇവിടെയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും നാട്ടുകാരെല്ലാവരും യാഗത്തിന് ഉപയോഗമാവുന്ന വിറകുകൾ, യജ്ഞത്തിന് ഉപയോഗമാവുന്ന വിറകുകൾ സമർപ്പണം ചെയ്യുന്ന കാര്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉപയോഗമാവുന്ന നെയ്യ് 70 കിലോ നെയ്യ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഗീർ പശുവിൻ്റെ ശുദ്ധ ദേശീയ പശുവിൻ്റെ നെയ്യ് ആകണം എന്നുള്ള ഉദ്ദേശത്തിൽ അവിടുന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അതും ഉപയോഗമാവുന്നതാണ്. അപ്പം യാഗത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും നമ്മൾ ജൈവ കൃഷിയിൽ ചെയ്തത് മാത്രമല്ല, മറ്റെല്ലാ ഒരുക്കങ്ങളും ശാസ്ത്രീയമായ വിധത്തിൽ നമ്മൾ അതിനെ ഒരുക്കി വ്യവസ്ഥകൾ ചെയ്ത് ഏകദേശം ഇതൊക്കെ തയ്യാറായി. ആശ്രമത്തിന്റെ മുഖമുദ്രയായ ജൈവികതയുടെ തനിമയും താളവും ഒരുക്കങ്ങളിലും തെളിഞ്ഞു കാണാം. അവശേഷിക്കുന്ന അവസാനവട്ട പ്രവൃത്തികളും കാലേക്കൂട്ടി തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഭക്തജനങ്ങൾ. മാത്രമല്ല, യാഗത്തിനാവശ്യമായ ദ്രവ്യങ്ങളും നവധാന്യങ്ങളും ആശ്രമം മുമ്പായി സ്വയമേവ തന്നെ വിളയിച്ചു. അനുബന്ധ സാധനങ്ങൾ ഭക്തജനങ്ങൾ സമർപ്പണമായും എത്തിക്കുന്നുണ്ട്. കൂടാതെ വിശ്വാസികൾക്ക് യാഗസമയത്ത് വേദിയിൽ നിന്ന് തന്നെ ധാന്യങ്ങൾ വാങ്ങി സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഓരോ മനുഷ്യരും അവരുടെ ജാതകവശാത്തുള്ള ദോഷങ്ങളും ദശാകാലത്തിലോ അല്ലെങ്കിൽ നവഗ്രഹരെ ദോഷസ്ഥാനത്തിലുണ്ടായിട്ട് വരുന്ന ദോഷങ്ങൾ എന്തുണ്ടെങ്കിലും അതെല്ലാം പരിഹാരമായി ഈ നാട്ടിലേക്ക് നല്ലതാവണം, എല്ലാവരും സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് നമ്മൾ ഈ യാഗം ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ യാഗത്തിന് ക്ഷമതകൾ സമർപ്പിക്കാം, നെയ്യ് സമർപ്പിക്കാം, ധാന്യങ്ങൾ മാത്രം ഇവിടുന്ന് തന്നെ വാങ്ങി സമർപ്പിക്കേണ്ട. കാരണം അത് ജൈവ കൃഷിയിൽ ചെയ്ത ധാന്യം മാത്രം നമ്മൾ ഈ യാഗത്തിന് എടുക്കുന്നതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ വന്ന് ഇവിടുന്ന് തന്നെ വാങ്ങി സമർപ്പണം ചെയ്യാനുള്ള വ്യവസ്ഥകളും ഉണ്ട്. 9 കുണ്ടങ്ങളിലായി 50ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് യാഗം നടക്കുക. 1008 ആഹൂതിയോടെ നടത്തുന്ന അസാധാരണമായ യാഗമാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും മാത്രമല്ല, മഹാരാഷ്ട്ര, ഗോവ, ഡൽഹി തുടങ്ങി ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ യാഗത്തിന്റെ ഭാഗമാകാനെത്തും. ഇവരെയെല്ലാം അതിഥികളായി കണ്ട് വരവേൽക്കാനും യാഗത്തെ എല്ലാ തരത്തിലും സാർത്ഥകമാക്കാനും അരങ്ങിലും അണിയറയിലുമായി സദാസമയവും സജീവമാണ് ആശ്രമത്തിലെ അധികാരികളും അന്തേവാസികളും ആരാധകരും അഭ്യുദയകാംക്ഷികളുമെല്ലാം. കേരളത്തിൽ നിന്ന് അങ്ങനെ കുറേ ആൾ വരും. കർണാടകയിൽ നിന്നും വരും, മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിൽ നിന്നും വരും, ഭാരതത്തിൻ്റെ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്.
നവഗ്രഹയാഗം എല്ലായിടത്തും നടക്കുന്നുണ്ട്. സാധാരണ ആരും ചിലപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഷ്ടകാലം വരുമ്പോൾ ജ്യോതിഷ വിധിച്ചതുപോലെ അനുസരിക്കുന്ന നവഗ്രഹയാഗം ചെയ്യാറുണ്ട്. പക്ഷേ അതെല്ലാം 24 സംഖ്യയിലോ 108 സംഖ്യയിലോ ചെയ്യുന്നതാണ്. പക്ഷേ ഈ യാഗം 1008 സംഖ്യയിൽ ആഹുതി സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വലിയ യാഗമാണ്. മാത്രമല്ല 9 ഗ്രഹക്ക് പ്രത്യേകം കുണ്ടം, യജ്ഞകുണ്ടം തയ്യാറാക്കിയിട്ട് പ്രത്യേകം നടക്കും. ന്യൂസ് ബ്യൂറോ.